ഓക്കെ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോഷോപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് അതിലൊരുപാട് എലമെന്റ്സ്, കാര്യങ്ങൾ, ലെയേഴ്സ്, കണ്ടൻസ്, കുറച്ച് കൂടുതൽ ഇമേജസ് ഒക്കെ വരുമ്പോൾ വർക്കിൻ്റെ ആ ഒരു സ്പീഡ് കുറഞ്ഞു പോകും, വർക്ക് കുറച്ച് സ്ലോ ആവും. അപ്പം അങ്ങനെ വർക്ക് കുറച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, പെട്ടെന്ന് സംഭവം ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമുക്ക് സേവ് ചെയ്യാനോ അങ്ങനത്തെ പല ഇഷ്യൂസും വരും. ചിലപ്പോൾ ഫോട്ടോഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് വരും, റാം, അതായത് മെമ്മറി പോരാ അല്ലെങ്കിൽ മെമ്മറി കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് വരും. അപ്പം ഇങ്ങനെ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ മറികടക്കാം ഒരു പരിധി വരെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇങ്ങനൊരു മെസ്സേജ് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റാം കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രസൻ്റ്ലി അത്ര ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. റാം കൂട്ടുക, അല്ലെങ്കിൽ ഇത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാം അല്ലെങ്കിൽ പ്രൊസസ്സർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്, ഗ്രാഫിക്സ് കാർഡ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ നമുക്കിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന റാം വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കിട്ടാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ, ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇതിനകത്ത്, ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ ഫോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്ന ആ ഒരു വിൻഡോ എടുത്തു കഴിഞ്ഞാൽ എക്സ്പ്ലോറർ എന്ന് പറയും. വിൻഡോസ് ഇ ആണ് അതിൻ്റെ ഷോർട്ട് കീ. വിൻഡോസ് ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോ വരും, അതായത് എക്സ്പ്ലോറർ ഇ, എക്സ്പ്ലോററിൻ്റെ ഇ, അതാണ് വിൻഡോസ് പ്രസ് ചെയ്തുകൊണ്ട് ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോറർ വരും. അത് വിൻഡോസിൻ്റെ ഒരു എല്ലാ വേർഷനിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടീഷൻസ് കാണിക്കും. പാർട്ടീഷൻസിൽ സ്പേസ് ഉള്ളതും ഇല്ലാത്തതും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രീ സ്പേസ് ഉള്ള പാർട്ടീഷൻസ്, ഫ്രീ സ്പേസ് ഏതിലാണുള്ളതെന്ന് നോക്കുക. ആ ഫ്രീ സ്പേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സ്പേസിനെ ഒരു വിർച്വൽ മെമ്മറി ആയിട്ട്, റാം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് മാറ്റാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു വിർച്വൽ മെമ്മറി ആയിട്ട് നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കമ്പ്യൂട്ടർ വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫയലോ ഫോൾഡറോ ഒന്നും റൈറ്റ് ക്ലിക്ക് ചെയ്യരുത്, ഈ പ്രോപ്പർട്ടീസ് അല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞൊരു വിൻഡോ വരും. അതിനകത്ത് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കും, വിർച്വൽ മെമ്മറി യൂസേജ് എന്നൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും അതുപോലെ മെമ്മറി, അതായത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് മെമ്മറി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം, അപ്പിയറൻസിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതല്ല നമുക്ക് കുറച്ച് കൂടുതൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതുണ്ട്, വിർച്വൽ മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇത്ര MB, അതായത് 4 GB മേലെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ചേഞ്ച് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലിയുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രീ സ്പേസ് ഏതാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഡ്രൈവ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇപ്പോൾ ഇതുണ്ടോ, ഈ ഡ്രൈവിൽ സ്പേസസ് ഉണ്ട്. 76 GB ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് അതിൽ കസ്റ്റമായിട്ട് നമുക്ക് സൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ഫ്രീ സ്പേസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വിർച്വൽ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ ഇനീഷ്യൽ സൈസ് ഇപ്പോൾ ഇവിടെ 76 GB ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 GB മുതൽ അതിൻ്റെ എക്സാക്ട് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൺവേർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂടെ വന്നതാണ് കസ്റ്റമർ കെയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. യൂണിറ്റ് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ
കൺവേർട്ടർ കാൽക്കുലേറ്ററിൽ. അപ്പോൾ ഇവിടെ ലെങ്ത്ത് ഇങ്ങനെ ഓരോരോ ഡീറ്റെയിൽ വേണം. ഇതിലിപ്പോൾ ഏതായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്? ഡിജിറ്റൽ സ്റ്റോറേജ് ഉണ്ട്, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിജിറ്റൽ സ്റ്റോറേജ് ഇപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയയുടെ മീറ്റർ, കിലോമീറ്റർ, സെൻറ്റിമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരിക. അതല്ല ഇപ്പോൾ ടെമ്പറേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിനകത്ത് ചൂട് അളക്കാനുള്ള യൂണിറ്റുകളായിരിക്കും. സ്പീഡ് അതിനകത്ത് കിലോമീറ്റർ പെർ സെക്കൻഡ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിജിറ്റൽ സ്റ്റോറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബൈറ്റ്, മെഗാ ബൈറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ എന്താണ് MB ആണ്. MBനെ GB ആക്കി മാറ്റണം. ജിഗാബൈറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു 1024 MB എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ജിഗാബിറ്റ് ആണ്. പഴയ റൂൾസ് ഒക്കെ മാറി. മെഗാബൈറ്റ് അതിനെ നമ്മൾ ജിഗാബൈറ്റ് ആക്കുന്നു. അപ്പം നല്ല 1024 പോവുക. ഓക്കെ, വാട്ടെവർ. എൻ്റെ പ്ലാനുകൾ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നത്. പണ്ട് പഠിച്ചിട്ടുള്ളതാണ് 1024 MB ആണ്, 1 GB എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇതിപ്പോ 1000 കൊടുത്തപ്പോ ഒന്നെന്ന് തോന്നുന്നു. ഈ കണക്കുകളൊക്കെ മാറ്റിയതൊന്നും പറഞ്ഞില്ലല്ല. ഓക്കെ, അത് വിട്ടേക്കുന്നു. അപ്പോൾ തിരിച്ച് നമ്മളുടെ ഈ സെറ്റിങ്സിൽ വരാണ്. അതായത് ഇതിൻ്റെ ഫോൾഡറിൻ്റെ സെറ്റിങ്സ് നമ്മളെടുത്തല്ലോ, അതിൽ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ പാളിപ്പോയി. ഇപ്പോൾ ഇവിടെ ഇനീഷ്യൽ MB എന്ന് പറയുന്നത് ഞാനൊരു 5 GB കൊടുക്കുകയാണ്. 5 GB എന്ന് പറയുമ്പോൾ 5000 MB അവിടുത്തെ ഇപ്പോൾ ഗൂഗിളിൽ കണ്ട കണക്ക് പോലെ. അപ്പം അങ്ങനെ 5000 സ്റ്റാർട്ടിങ് കൊടുക്കുന്നു. എന്നിട്ട് മാക്സിമം സൈസ് ഒരു 10000 കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് ഇതിനകത്ത് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന 76 GB ഫ്രീ സ്പേസ് ഉണ്ട്, അതൊന്ന് കുറയാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, എന്നിട്ട് ഓക്കെ അടിക്കാം. എഴുതി കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ. ഇപ്പോൾ ഈ ചേഞ്ചസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അതിൻ്റെ റിസൾട്ട് അല്ല, അതിൻ്റെ വാല്യൂവിലുള്ള ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെറ്റിങ്സിൽ പോയി അവിടെ അഡ്വാൻസിലെടുത്ത് അവിടെ നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ വിർച്വൽ മെമ്മറിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ള സ്പേസ് ഇത്ര GB വരും. അതായത് ഏകദേശം 9 GB അവിടെ കാണിക്കുന്നത്. 9 GB കൂടുതലുണ്ട്, അറൗണ്ട് 10 GB അടുത്തുണ്ട്. അതായത് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഡ്രൈവിലെ ഫ്രീ സ്പേസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഒരു 5 GB മുതൽ 10 GB വരെയുള്ള സ്പേസ് നമുക്ക് വിർച്വൽ മെമ്മറിക്കായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് നേരത്തെ ഒരു 76 MB റേഞ്ചിലുണ്ടായിരുന്നു. ഇപ്പം അവിടെ അത്രയും MB കാണാനില്ല. കാരണം ഇത് സെറ്റ് ചെയ്തപ്പോൾ, വിർച്വൽ മെമ്മറി സെറ്റ് ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്പേസ് അവിടെ കാണാത്തത്.
അപ്പൊ നമ്മളിപ്പോ ഫ്രീ സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് 20 GB 30 GB ഒക്കെ വിർച്വൽ മെമ്മറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ സ്പേസ് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റാമിനെ റീപ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇതിനകത്ത് ഈ വിർച്വൽ മെമ്മറിക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കും റാം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, മെമ്മറി കാർഡ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മെമ്മറി കാർഡ് മീൻസ് റാമിന്റെ കാർഡ്. ആ മെമ്മറി നമ്മളില്ലാതെ തന്നെ ഇതുപോലെ വിർച്വൽ മെമ്മറി വെച്ചിട്ട് സ്പേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ എല്ലാവരും ഇത് യൂസ് ചെയ്യും. അപ്പൊ അത് ഒരിക്കലും ഈക്വൽ അല്ല. സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ശരിക്കുള്ള റാം കൂട്ടി അപ്ഗ്രേഡ് ചെയ്തിടുമ്പോൾ തന്നെയാണ്. അത് 8 GB ഇപ്പോൾ 4 GB ഉള്ള ആൾക്കാരാണെങ്കിൽ 8 GB ഒക്കെ ഇടാം. 8 GB ഉള്ള ആൾക്കാരാണ് അവർക്ക് സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നേരെ ഡബിൾ ആക്കുക. അതൊക്കെയാണ് കുറച്ച് നല്ല മാർഗങ്ങൾ. ഇനി അതല്ല ടെമ്പററി ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇതാണ്, സ്പേസ് ഫ്രീ സ്പേസ് നോക്കിയിട്ട് ടോട്ടൽ ഫ്രീ സ്പേസ് എത്രയുണ്ട് അതിൽ ഒരു ചെറിയൊരു പോർഷൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പൊ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് റെക്കമെൻഡഡ് സ്പേസ്. അപ്പൊ ആ ഒരു ഏകദേശ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു 5000-ന് മേലെ ഇനീഷ്യൽ 5000 കൊടുത്തിട്ടുള്ളത്, മാക്സിമം 10000 വരെ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്പേസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ അത് സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈവുകളിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവുകളിലെ സ്പേസും ഇതുപോലെ യൂസ് ചെയ്യാം, നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പഴയ വിൻഡോസ് XP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ XPയിലൊക്കെ ഇതുപോലെ നമ്മൾ ഒരുപാട് സ്പേസ് ഒക്കെ കൊടുത്ത് പെർഫോമൻസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇവിടെ നേരത്തെ നോക്കിയപ്പോൾ പെർഫോമൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് വിർച്വൽ മെമ്മറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പെർഫോമൻസിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇതിൽ കാണുന്ന കുറെ വിഷ്വൽ എഫക്ട്സുകൾ കാണാൻ കുറച്ച് രസമുണ്ടാകുന്ന രീതിയിലുള്ള എഫക്ട്സുകളൊക്കെ പോകും. നമ്മളുടെ ഐക്കൺസിന്റെയും ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഓരോ ഐക്കൺസിന്റെയും അപ്പിയറൻസിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ പെർഫോമൻസിന് വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിന്റെ ഭംഗിയും കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ പെർഫോമൻസിന് വേണ്ടി മാറ്റിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല സെറ്റിങ്സ്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ MB-യുടെ കാൽക്കുലേഷൻ അത് ഒരു വലിയൊരു കോമഡി ആയിരുന്നു ഇന്ന്. കാരണം ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് 1 GB to MB ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കുന്നത് ഇതാണ്. 1 GB എന്ന് പറയുന്നത് 1000 ആണ്. ഇതെന്നാണ് മാറ്റിയെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു പുതിയൊരു അറിവ് എന്നെ സംബന്ധിച്ച് ഞാനിത് അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് പലപ്പോഴും അറിയാൻ പറ്റുക. അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ എന്താണ് സംശയങ്ങൾ ചോദിക്കുക, വർക്കുകൾ ചെയ്യുക. അതിലൂടെയാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലായത്. ഇനി ബാക്കി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. ബൈ.